ബിഗ് ബോസ് മലയാളത്തിലെ കഴിഞ്ഞ 5 സീസണുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു സംഭവം ഒരു ഗ്രൂപ്പിന് മൊത്തം പവർ നൽകിക്കൊണ്ട് മത്സരം മാറ്റിപ്പിടിക്കുന്നതാണ്. സാധാരണ മത്സരാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ക്യാപ്റ്റനാണ് കൂടുതൽ അധികാരം ഉണ്ടായിരിക്കുക. പവർ ടീമായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സർവാധികാരം ഉണ്ടായിരിക്കുമെന്ന് തുടക്കത്തിലെ ബിഗ് ബോസ് പറഞ്ഞിരുന്നു. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാമെന്നുണ്ടെങ്കിലും ഇതുവരെ വന്നവരൊന്നും അതിനെ രസകരമായ രീതിയിൽ അവതരിപ്പിച്ചിരുന്നില്ല. പാത്രം കഴുകാനും ബാത്റൂം കഴുകാനും ഒക്കെയുള്ള പണിഷ്മെന്റുകൾ മാത്രമാണ് ഇതുവരെ എല്ലാവരും കൊടുത്തിരുന്നത്. എന്നാൽ തികച്ചും വ്യത്യസ്തമാക്കുകയാണ് പുതിയ പവർ ടീം അംഗങ്ങളുടെ പ്രവൃത്തി. സിബിൻ, ഋഷി, ശരണ്യ, പൂജ തുടങ്ങിയവരാണ് പുതിയ പവർ ടീമിലുള്ളവർ. കഴിഞ്ഞ ദിവസം ഡെൻ ടീമിന്റെ മുറി പവർ ഉപയോഗിച്ച് ഇവർ പൂട്ടിയിരുന്നു. ഇതിനുശേഷം ബിഗ് ബോസ് വീടിന്റെ പ്രധാന വാതിലും പവർ റൂമിന്റെ വാതിലുമൊക്കെ അടപ്പിക്കുകയും പിന്നീട് തുറപ്പിക്കുകയുമൊക്കെ ചെയ്തു. എന്നാൽ ഇപ്പോൾ നിലവിലെ പവർ ടീം കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ജാസ്മിനെയും ഗബ്രിയെയുമാണ്. വൈൽഡ് കാർഡ് എൻട്രികളായി എത്തിയ സായ് കൃഷ്ണയും പൂജയും നന്ദനയും സിബിനും അടക്കമുള്ളവർ. പൊതുവെ ഗബ്രിയെയും ജാസ്മിനെയും എതിർത്ത് സംസാരിക്കുന്നവർക്ക് വലിയ ഫാൻ ബേസ് ഉണ്ടാവുന്നുണ്ടായിരുന്നു. കൂടാതെ ജാസ്മിനൊപ്പം ഒരുമിച്ച് കളിക്കാൻ തന്നെയാണ് തീരുമാനമെന്നും തന്റെ പിതാവ് വന്നു പറഞ്ഞാലും ജാസ്മിനെ കൈവിടില്ല എന്ന പ്രഖ്യാപനവും നടത്തി മറ്റുള്ളവർക്ക് അടിക്കാൻ വടി കൊടുക്കുകയാണ് ഇവർ വീണ്ടും ചെയ്യുന്നത്. ഇവർക്കെതിരെ നന്നായി പവർ എടുക്കുന്ന നിലവിലെ പവർ ടീം ഇന്നത്തെ 5 ടാസ്കുകളിൽ 3 വിജയിച്ച് അധികാരം നിലനിർത്തിയിരിക്കുകയാണ്. അവസാന ടാസ്കിൽ 2 പേർ ഇരുന്നു കൊണ്ടുള്ള ഫുട്ബോൾ പ്ലേ ആയിരുന്നു. കളിച്ചത് സായിയും മുടിയൻ ഋഷിയും. 5-നെതിരെ 11 ഗോളുകളാണ് മുടിയൻ അടിച്ചു കൂട്ടിയത്. ഏതായാലും ജബ്രികൾക്ക് നന്നായി യുദ്ധം ചെയ്യേണ്ടി വരും, പ്രത്യേകിച്ച് സിബിനുമായി.